ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിനകത്ത് എൻ്റെ ഹെഡ്ലൈൻ തെറ്റിപ്പോയി. അത് ഞാൻ ഓൾറെഡി ഇന്നലെ എൻ്റെ മിഞ്ഞാന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് ഞാനത് എനിക്ക് തോന്നിയില്ല, ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഞാൻ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പം അതിൻ്റെ ഞാൻ കേട്ടില്ല, യൂണിവേഴ്സ് മെസ്സേജ് ആണ് എന്നുള്ളത് ഞാൻ കേട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി ഞാനിപ്പോൾ ഷോർട്സ് ആയിട്ട് ലോങ് വീഡിയോൻ്റെത് ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോഴാണ് ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സ് മെസ്സേജ് എന്നുള്ള രീതിയിൽ കേട്ടത്. ഞാനത് കണ്ടപാട് ഞാൻ ഹെഡ്ലൈൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുൻപേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നും കൂടിയ ഓഫർ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ഇതിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? എന്താണ്? Seven of Pentacles, Nine of Swords, Lovers card കാണിച്ചു തരാൻ പറ്റില്ല, സോ ഞാൻ വളർത്തിയിടുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി, ഓവറോൾ എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫിനാൻഷ്യലി ഇഷ്യൂ അനുഭവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ലൈഫിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആ ഒരു കാര്യത്തിൽ, അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ ആ കാര്യത്തിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഒന്ന് ഓക്കെ ആകാൻ മെയിൻലി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അവർ അവരുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ന് കിട്ടും റിസൾട്ട്, നാളെ കിട്ടും റിസൾട്ട് എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജി എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിലും ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരാളുടെ എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ 9 ഓഫ് സൂട്ട്സ് ആണ് സെക്കൻഡ് കാർഡ് വന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ ആൻസൈറ്റി ഉണ്ട്, അവർ വറി ചെയ്യുന്നുണ്ട്, അവർക്ക് പേടിയുണ്ട്, അവരൊരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് രാത്രി കുറക്കമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഓവർ തോട്ട്സ് കാരണം ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥ, കുറ്റബോധം ഉണ്ടാവുക, പശ്ചാത്തപിക്കുക, അവർക്കൊരു ഹോപ്പില്ലാത്തൊരവസ്ഥ വരിക. അതായത് പകലിരിക്കണ പോലെയല്ല ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കണത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഒരുപാട് അവർ ചിന്തിച്ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് അവർക്ക്. ഉറക്കമൊന്നും ഒട്ടും വരുന്നില്ല. പിന്നെ ട്രോമ പോലെ ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പോവുക. അപ്പം നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്, എന്താണെങ്കിലും അവരൊരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥ, അതായത് ആൻസൈറ്റി ഉണ്ട് ഈ പേഴ്സണ് നന്നായിട്ട് എന്നുള്ളതാണ്. ഉറക്കമില്ലായ്മയൊക്കെ കാണുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ ഒരു റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്നുള്ളതും കാണുന്നു. ആൻഡ് ഇവിടെ പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുക, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക. അതായത് ലവേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് എന്താണ്, അതേപോലെ തന്നെ ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നതും നിങ്ങളോടുള്ള ഒരു സ്നേഹവും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കറണ്ട് എനർജീനകത്ത്. ആൻഡ് കിങ് ഓഫ് സോട്ട്സ് ആണ്, സോറി ഇത് ഹൈ പ്രീസ്റ്റസ് അല്ല, കിങ് ഓഫ് സോട്ട്സ് ആണ്. കിങ് ഓഫ് സോട്ട്സിൻ്റെ എനർജീനകത്ത് ഈ പേഴ്സൺ ഇപ്പം ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഓർഡർ ചെയ്ത് കൊണ്ടുവരാണ്. ഓക്കെ, അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് ഇല്ല. ആ മെൻ്റൽ ക്ലാരിറ്റി അവരിപ്പം എടുക്കുകയാണ്, അത് ക്ലിയർ ചെയ്തെടുക്കുകയാണ്, സ്വന്തമായിട്ട് അഡ്വൈസ് ചെയ്യുകയാണ്. അതായത് ചില കാര്യങ്ങളിൽ അവർക്ക് ട്രൂത്ത് അറിയണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഈവൻ നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും. അതൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. സോ അതെല്ലാം അവർ ഓക്കെ ആക്കി എടുക്കുകയാണ്. അവർ ചില സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ്, കുറച്ചൊന്ന് കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കുന്നത് പോലെ. ഓക്കെ, ഇത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. പക്ഷേ ഇവിടെ അവരെ സംബന്ധിച്ച് അവർക്ക് ഈഗോ ഉള്ളതുപോലെയും അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ആണ് ഇവരെ ഇങ്ങനെ ആക്കുന്നത് എന്നുള്ള രീതിയിലും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് എന്താണ് എന്നുള്ളത് നോക്കാം.
കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള തോട്ട്സ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾ, അഗെയിൻ ഒറ്റൊരു കാർഡ് കൂടി എടുക്കാം. ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളടുത്ത് വളരെയധികം ഈ പേഴ്സൺ ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അവരതിനെ ബാലൻസ് ചെയ്യാണ്. ഓക്കെ, അവരെ തന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ തന്നെ ഓക്കെ ആക്കി പലതും അവർ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൺട്രോൾ ചെയ്ത് വെക്കണ പോലെ എനിക്ക് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി അതാണ്. അതായത് ഒരുപാട് ഇമോഷൻസ് അവർക്ക് നിങ്ങളടുത്തുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ. ഓക്കെ, അപ്പം അവരുടെ തോട്ട്സിനകത്ത് നോക്കുമ്പം നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ടീം വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു, എന്താണെങ്കിലും സംതിങ് ലൈക്ക് എന്താണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളൊരു എപ്പോഴും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. അത് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക് അങ്ങനെയുള്ളൊരു കാര്യം അതവരുടെ ആഗ്രഹമാണ്. സോ അതവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടുണ്ട്. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളിപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കിവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ എന്തും നേരിടാനുള്ള ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പഴയ പേഴ്സൺ അല്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കണം. ആൻഡ് ഫൈനലി ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വരുമ്പം നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്രിയോറിറ്റി ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പഠിച്ചു, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു, ഓപ്ഷൻസ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ജഗ്ലിംഗ് അവസ്ഥ നിങ്ങൾ ഓവർകം ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ കാരണം അവർക്കും ഒരു ജഗ്ലിംഗ് അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ബോട്ടം ഓഫ് ദ ഡെക്ക് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളടുത്ത് റൊമാൻറ്റിക് എനർജി പേഴ്സൺ ഉണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇവർ ഹാപ്പിയാണ്. മീൻസ് നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഷൈനിങ് എനർജിയാണ്, അതായത് തിളങ്ങുന്ന എനർജി. ഓക്കെ, ഒരു റൊമാൻറ്റിക് എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. മേ ബി നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം, സംസാരിച്ചിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇവിടെ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ വളരെയധികം മിസ് ചെയ്യുക, അത് ആലോചിക്കുക, ഇമാജിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഓവർഫ്ലോ ആണ്, അല്ലെങ്കിൽ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓവറായിട്ട് വരുന്ന സംതിങ് എനർജിയാണ് ഫീലിങ്സ് എന്ന് പറയണത് എന്നുള്ളത് കാണുന്നു. റൊമാൻറ്റിക് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ അടുത്തുള്ള ഒരു അൺകണ്ടീഷണൽ ലവ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം, ഓവർഫ്ലോഡ് ആയിട്ടുള്ള ഒരു സ്നേഹം, അതുപോലെ തന്നെ നിങ്ങളെ അഗെയിൻ പ്രപ്പോസ് ചെയ്യാനുള്ളൊരു എനർജി, നമ്മളുടെ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഫീലിങ്സും കാര്യങ്ങളും, പുതിയ ഫീലിങ്സ് ഇങ്ങനെ അവർക്ക് ഒരുപാട് വരികയാണ് നിങ്ങളുടെ അടുത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നു. അതായത് ഇത്രയും നാൾ ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഈ റീഡിങ്സിനെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ ഹൈഡിങ്, അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പ്രസ്ഡ് അല്ലാത്തത്, അല്ലെങ്കിൽ അവർക്ക് തോട്ട്സ് വരുമ്പോഴത്തേക്ക് അവരതിനെ കൺട്രോൾ ചെയ്യണത്, ഫീലിങ്സിനെ എടുക്കാതിരിക്കണത്, അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഓവറായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ അടുത്തൊരു ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് വരുന്ന എനർജിയാണ് കാണുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതും സെയിം എനർജി തന്നെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ എഗെയിൻ അതേ ലവിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ കൂടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഇങ്ങനെയുള്ള മൊമെന്റ്സ് എല്ലാം തന്നെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടായിരുന്നു. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. അവർ മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഇവർ നല്ല രീതിക്ക് തന്നെ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് അവരുടെ എനർജിയിൽ ഒരു കുറ്റബോധമുള്ള പശ്ചാത്തപിക്കുന്ന ഒരാളുടെ എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവർ മനസ്സിൽ വളരെയധികം ഫോർഗീവ്, നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബാക്ക് ആണ് പേഴ്സൺ, സ്റ്റെപ്പ് ബാക്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. മേ ബി നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഫേസ് ചെയ്യുന്നുണ്ടാകാം. പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും മാറി നിൽക്കുകയാണെങ്കിലും ഈ പേഴ്സൺ ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുണ്ട്, ഇമോഷണലി നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള തോട്ട്സ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇതാണ്.
ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള സോഡിയാക് സൈൻ നോക്കാം. സ്കോർപിയോ വന്നിട്ടുണ്ട്, ജെമിനി വന്നിട്ടുണ്ട്, അഗെയിൻ സ്കോർപിയോ വന്നിട്ടുണ്ട്, പൈസിസ്, ടോറസ് ആൻഡ് ജെമിനി, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്യൂറിയസ്, ജെമിനി അഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാർഡ് പറയാൻ വിട്ടുപോയി, ഡെവിൾ കാർഡാണ്. ഓക്കെ, ഈ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് എടുത്ത സമയത്തായിരുന്നു ഈ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കാർഡാണ്. ഓൾറെഡി നമ്മൾ റൊമാൻറ്റിക് എനർജി നിങ്ങളടുത്ത് വളരെയധികം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഒരു കാർഡാണത്, സെക്ഷലി ഉള്ള ഒരു അട്രാക്ഷൻ ആണ്. ഞാൻ ആ കാർഡ് ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞ് കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇപ്പോഴാണ് ഞാനത് കണ്ടത്, കമത്തി വെച്ചത്. സോ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള കോമൺ വന്നിട്ടുള്ള സോഡിയക് സൈൻ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.